ഹായ് ഫ്രണ്ട്സ്, കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിങ്ങനെ ഒരു യാത്ര പോകണ ഒരുക്കത്തിലാണ് കേട്ടോ. ഒരു സാരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുതിര കല്യാണമാണ്, അതൊക്കെ കൊടുത്ത് റെഡിയായിട്ട് വരാം. അപ്പോൾ ഞാൻ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കുണ്ട് കേശുവിന് ഞാൻ ഫസ്റ്റ് റെഡിയാക്കി വിട്ടതായിരുന്നു കേട്ടോ. ബെൽറ്റൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വിട്ടതായിരുന്നു. തിരിച്ച് ഞാൻ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കും അവൻ ബെൽറ്റ് ഊരി കൈ പിടിച്ചുകൊണ്ട് നിൽക്കണം. അവൻ്റെ സ്ഥിരം പരിപാടി ഇതാണേ. അപ്പോഴത്തേക്ക് ഇനി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കല്യാണി ചേട്ടനൊക്കെ ഫ്രണ്ടിനങ്ങ് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇത് പോണ വഴിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ശരിക്കും. വാഴകളും മരിച്ചിനി അങ്ങനെ എല്ലാം നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ വയലിൽ. പണ്ടൊക്കെ ഇവിടെ നിറച്ച് നെല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് പുറത്തൊക്കെ. ജാതകം കൂടെയും മുതിര കല്യാണം എല്ലാം കൂടിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റൊക്കെ നേരത്തെ അവിടെ പോയി. കുഞ്ഞാറ്റയും കല്യാണിയും കൂടി അങ്ങ് തുടങ്ങി സ്റ്റണ്ട്. കസേരയൊക്കെ ഒഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത്ര ആൾക്കാരേ ഉള്ളൂ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ജാതകം കൂടെയൊക്കെ ആണല്ലോ. അപ്പം ആദ്യം ജാതകം കൈമാറാൻ വേണ്ടി വിളക്ക് കത്തിക്കൽ ചടങ്ങ്, അങ്ങനെ വിളക്ക് കത്തിക്കുകയാണ്. ഇപ്പോൾ കസേരയൊക്കെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. പയ്യൻ്റെ ആൾക്കാർ അതിന് ശേഷമായിരുന്നു വന്നത്. ചേട്ടൻ്റെ അടുത്ത ബന്ധുക്കളെ ഫംഗ്ഷനായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയായിരുന്നു കേട്ടോ പോയത്. കല്യാണിയും കേശുവും ഞാനും ചേട്ടനും കൂടിയായിരുന്നു പോയത്. കണ്ടോ ഇപ്പം എല്ലാ കസേരയിലും ആളൊക്കെ ഇരിപ്പുണ്ട്. പയ്യൻ്റെ വീട്ടുകാർ രണ്ടായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കസേരയിൽ കിടന്നപ്പോഴേ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ജാതകം കൈമാറണം കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ ചോദിച്ചിട്ടൊക്കെ അല്ലേ കൊടുക്കണം. ജാതകം കൊടുക്കട്ടോ എന്ന് ചോദിച്ചു. കൊടുക്കുന്നുണ്ട്. പയ്യൻ്റെ അച്ഛൻ അത് കയറ്റി വാങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പെങ്കൊച്ച് വന്നു കേട്ടോ. നമ്മളെ കല്യാണ പയ്യനും പെണ്ണും ഒക്കെ എത്തിയിട്ടുണ്ട്. പയ്യൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പെണ്ണും അതൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്ക് ആ ഡ്രസ്സിൻ്റെ കോമ്പിനേഷനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം ഇതാണ് ട്രെൻഡ് എന്ന് തോന്നണല്ലേ. കാരണം മധുരവും കൈമാറി കേട്ടോ. അവർ ജാതകം കൈമാറുകയും ചെയ്തു, മധുരവും കൈമാറി. ഈ സമയത്ത് കേശുവിനെ കാണാല്ലോ കേട്ടോ. കേശുവിടെ ഓടിക്കളിച്ചൊക്കെ നടക്കരുത്. ഇതിനിടയ്ക്ക് ഞാൻ അവനെയൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. കേശു ഏത് വഴിക്ക് പോയി എന്ന് നോക്കിയായിരുന്നു. ഇപ്പോൾ രണ്ടൊരു മുതിര മാറി കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ജാതവും കൈമാറി, മുതിരവും കൈമാറി. അമ്മാവി എന്ന മരുമോക്ക് വളയിട്ട് കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അപ്പോൾ കുട്ടി കുറച്ച് ഫ്രൂട്ട്സൊക്കെ പാത്രത്തിലാക്കി അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും ബേക്കിൽ നിന്നൊരു ശബ്ദം നോക്കിയപ്പോൾ എല്ലാവരും കഴിക്കാൻ പോകണ തിരക്കിലൊക്കെ ആയിരുന്നു. ആൾക്കാർ എല്ലാവരും കഴിക്കാൻ കയറിയിട്ടുണ്ട്. നമ്മൾ 3-4 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഇരുന്നത് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാം കൂട്ടാൻ അടിപൊളി സെറ്റായിരുന്നു. ഞാനും കല്യാണി കേശൊക്കെ ഒരിടത്ത് തന്നെയാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ അടിപൊളി സദ്യയായിരുന്നു. എല്ലാവരും കഴിച്ചു. ഇതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടി ചേട്ടനെ വെയിറ്റ് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ചേട്ടൻ വിളമ്പിക്കൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ കുറച്ച് കഴിഞ്ഞാണ് വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ.